ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് സീരീസിലെ രണ്ടാമത്തെ മത്സരവും ഇന്ത്യ വിജയിച്ച് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു ലീഡ്. കാരണം ആദ്യ രണ്ട് മത്സരങ്ങൾ 5 മത്സരങ്ങൾ അടങ്ങുന്ന ഒരു സീരീസാണ്. അതിൽ ആദ്യത്തെ 2 മത്സരം വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ ഒരു ഡോമിനൻ്റ് ആയിട്ട് നിർത്താൻ ഇന്ത്യക്ക് സഹായകരമാകുമെന്നുള്ള പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ന്യൂസിലൻഡ് മുന്നോട്ട് വെക്കുന്ന 209 റൺസ് എന്ന് പറയുന്ന ഒരു വിജയ ലക്ഷ്യം, അത് വെറും 15.2, അതായത് ഏതാണ്ട് 28 ബോൾ പന്ത് ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ വിജയിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഇതിനേക്കാൾ വലിയൊരു സ്കോറാണ് നേടിയത്. ഇപ്പോൾ 238 ആ സ്കോർ നേടിയപ്പോഴത്തേക്കും ഒരു കൂറ്റൻ സ്കോർ എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു, അതൊക്കെ ഒരു കൂറ്റൻ സ്കോറാണോ? അങ്ങനെയാണ് ഞാൻ പറയും, ഇത് ഭേദപ്പെട്ടൊരു സ്കോർ ന്യൂസിലൻഡ് മുന്നോട്ട് വെച്ചതെന്ന്. എന്നാൽ ഭേദപ്പെട്ട സ്കോർ ആയിരുന്നിട്ട് കൂടി ഇത്രയും ബോളുകൾ ബാക്കി നിൽക്കെ ഒരു വലിയ വിജയം, 7 വിക്കറ്റിൻ്റെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. ടോസ് നഷ്ടപ്പെട്ടിട്ടുള്ള ന്യൂസിലൻഡ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയായിരുന്നു. ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അക്സർ പട്ടേലിന് ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിരുന്നു. അതിന് പകരം കുൽദീപ് യാദവ് എത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ 8ാമത് ബാറ്റ് ചെയ്യാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ എന്ന നിലയിലാണെന്ന് തോന്നുന്നു. ഇപ്പം ബുംറയെ ഒഴിവാക്കിയിട്ട് ഹർഷിത് റാണ ആ ഒരു റോളിലേക്ക് വരുന്ന സാഹചര്യം. എനിവേ, ന്യൂസിലൻഡ് സൈഡിൽ നിന്ന് നല്ല തുടക്കം, എസ്പെഷ്യലി ആദ്യ ഓവർ എറിയാൻ എത്തിയിട്ടുള്ള അർഷദീപിന് നന്നായിട്ട് പണിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റും. കാരണം ആദ്യത്തെ ഓവറിൽ 18 റൺസാണ് നേടിയത്. അദ്ദേഹം എറിയാൻ വന്നിട്ടുള്ള 2ാമത്തെ ഓവറിലും നല്ല രീതിയിലൊരു പണിഷ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ 3 ഓവറിൽ 43 റൺസ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഹർഷിത് റാണ ബോൾ ചെയ്യാൻ എത്തുന്നതും കോൺവേയുടെ വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം വരുൺ ചക്രവർത്തി വന്നിട്ട് പട്ടിൻ്റെ വിക്കറ്റും സ്വന്തമാക്കി എന്നുള്ളതാണ്. എന്നാൽ ന്യൂസിലൻഡിൻ്റെ ഇപ്പം ചെറിയ ചെറിയ ഇടവേളകൾ വിക്കറ്റ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും കൂറ്റനാടികൾ ഇപ്പം ഒരു മിഡ് ഓവേഴ്സ്, അതായത് ഓപ്പണേഴ്സ് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ രജിൻ രവീന്ദ്രയുടെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 26 പന്തിൽ 44 റൺസ്. ബാക്കിയുള്ളവരൊക്കെ ഒരു നല്ല കേമിയോസ്, അതായത് അറ്റ്ലീസ്റ്റ് ഇപ്പം ഗ്ലെൻ ഫിലിപ്സ് 13 ബോളിൽ 19, ഡാരി മിച്ചൽ 11 ബോളിൽ 18, ചാപ്മാൻ 13 ബോളിൽ 10, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിന്ന് ഫിനിഷിംഗ് ലെവലിലേക്ക് വരുന്നൊരു സമയത്ത് നോക്കുകയാണെങ്കിൽ സാറ്റ്നർ 27 പന്തിൽ 47, അങ്ങനെയുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ടാണ് 208-ന് 6 എന്ന് പറയുന്നൊരു ലെവലിൽ ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പം ബോളിംഗ് പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും കുൽദീപ് യാദവ് 2 വിക്കറ്റ് നേടി, 4 ഓവറിന് 35 റൺസ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ബോളിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ നോക്കുമ്പോഴത്തേക്കും. ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും ഹർഷിത് റാണ ആണെങ്കിലും അതുപോലെ ശിവൻ ദൂബെ ആണെങ്കിലും ഓരോ വിക്കറ്റുകൾ നേടി. ഈ ഒരു മത്സരത്തിൽ തീർത്തും പാളിപ്പോയത്, അത് ആദ്യ ഓവറുകളാണെങ്കിലും ഡെത്ത് ഓവറുകളാണെങ്കിലും പാളിപ്പോയത് ഹർഷദീപ് സിംഗിന് തന്നെയാണ്. 4 ഓവറിൽ 53 റൺസ്, 13.20 എക്കോണമി റേറ്റ്. നല്ല രീതിയിൽ ന്യൂസിലൻഡിൻ്റെ ബാറ്റേഴ്സ് അടിച്ച് കൂട്ടി ഹർഷദീപിനെ. അതിലും 2ാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യക്ക് മുൻപ് 209 റൺസിൻ്റെ ഒരു വിജയലക്ഷ്യമാണല്ലോ. ആദ്യം മുതലേ തന്നെ നമ്മൾ ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. അപ്പം സഞ്ജു സാംസണ് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ലൈൻ കിട്ടിയതാണ്. ഒരു സിക്സർ വായിക്കാനായിട്ടുള്ള ശ്രമം നടത്തി, കോൺവേ അത് മിസ്സായി പോയതാണ്. അതിനുശേഷം അതേ ഓവറിൽ തന്നെ, ഇപ്പം മാറ്റൻഡ്രിയുടെ അതേ ഓവറിൽ തന്നെ രജിൻ രവീന്ദ്രയ്ക്ക് ഒരു ലൂസായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീക്കായിട്ടുള്ളൊരു ഷോട്ട് ലാസ്റ്റ് മത്സരത്തിൽ എന്നതുപോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ ആ ഒരു 6 റൺസിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ ഡക്കായിട്ട് പോകേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്യാച്ച് നഷ്ടമായതുകൊണ്ടാണ്. എനിവേ, ശേഷം ഇഷാൻ കിഷനാണ് എത്തുന്നത്. എന്നാൽ അഭിഷേക് നേരിട്ടിട്ടുള്ള ആദ്യ പന്തിൽ അദ്ദേഹം ഔട്ടായി പോകുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഇഷാനും സ്കൈയും ആ ഒരു പ്രകടനമാണ്. എസ്പെഷ്യലി ഇഷാനാണ്. കാരണം ഇഷാനും സ്കൈ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് കിടിലൻ ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇഷാൻ കിഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ചാൻസ് കിട്ടുന്നത്, കാരണം അദ്ദേഹം ഇപ്പോഴാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് വരുന്നത്, അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു പ്രകടനം. പവർ പ്ലേ ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചു. അതും ബൗണ്ടറീസാണ് ഏറ്റവും എസ്പെഷ്യലി പറയേണ്ടത്. കാരണം 11 ഫോറുകളും 4 സിക്സ് മാത്രമേ ഉള്ളൂ. 32 പന്തിൽ 76 റൺസ് എടുത്തിട്ടുള്ള ഒരു കിടിലൻ പെർഫോമൻസ്. 237 സ്ട്രൈക്ക് റേറ്റ്. സൂര്യ ഒരു സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ഇന്നിങ്സ് കളിച്ചു വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 360-യുടെ ഒരു ഗ്ലിംസസ് ഒക്കെ കണ്ടു. ഇഷാൻ ഔട്ടായതിനു ശേഷമാണ് കുറച്ചും കൂടി ആ ഒരു അഗ്രഷൻ കാണിച്ചത്. എനിവേ, 23 ഇന്നിങ്സിന് ശേഷം സൂര്യകുമാർ യാദവിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അർദ്ധശതകം, അതായത് 400+ ഡേയ്സ് ആയി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു 50 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചിരുന്നു. ഒരുപക്ഷെ സെഞ്ചുറി പോലും നേടാമായിരുന്നു, അത്രയും ബോളുകൾ അവശേഷിച്ചിരുന്നു. പക്ഷേ വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തി എന്ന് പറയുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് 37 പന്തിൽ 82 റൺസ് എടുക്കുന്ന ഒരു പ്രകടനം. കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേകായിരുന്നു, ഈ മത്സരത്തിൽ സൂര്യയുടെയും അതുപോലെ ഇഷാൻ്റെയും പ്രകടനം. അതുപോലെ അവസാനം വന്നിട്ട് ഇപ്പം ശിവൻ ദൂബെ ആണെങ്കിലും ആ ഒരു റോളിലേക്ക് കയറി വരുന്നുണ്ട്. ഉഗ്രൻ പെർഫോമൻസ്. 18 പന്ത് 36, അതും കിടിലൻ 3 സിക്സുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു സിക്സ് ഒന്നും പറയാനില്ല, ഒരു കിടിലൻ
സിക്സ് തന്നെയായിരുന്നു. എനിവേ അങ്ങനെയാണ് ഇന്ത്യ പറഞ്ഞതുപോലെ ഒരു ആധികാരികമായിട്ടുള്ള തന്നെ ഒരു വിജയം സ്വന്തമാക്കുന്നത്. അടി മേടിച്ചു, പക്ഷേ ഫോക്സ് മേടിച്ചത് അതൊരു ഒന്നൊന്നര മേടിപ്പായി പോയി. കാരണം 3 ഓവറിന് 67 റൺസ്, 22.30 എക്കോണമി റേറ്റ് എന്നുള്ളതാണ്. എനിവേ ഇപ്പം സഞ്ജുവിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇനിയുള്ള മത്സരങ്ങൾ, ഇപ്പോൾ ഇഷാൻ ഓപ്പണിങ് കളിക്കുന്നതൊക്കെ ഒരു താരം കൂടിയാണ്. അപ്പം ഇനിയുള്ള മത്സരങ്ങളിലെയൊക്കെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ മാറിയേക്കാം. ട്രിവാൻഡ്രത്ത് കളിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ അഭിഷേക് ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഡക്കായി പോകുന്ന സാഹചര്യമാണുള്ളായിരുന്നു. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ചായിരുന്നു. അപ്പം ഇതിൽ അതൊരു കാര്യമല്ല. സഞ്ജുവിൻ്റെ ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങളിപ്പം സ്വീകരിച്ച കമേഴ്സ് കമ്മീഷൻ സെനി ഓഫ്.